കാസർഗോഡ് ബേക്കലിൽ ഇന്നലെ രാത്രി വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ ആശുപത്രിയിൽ. കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, വേടന്റെ പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടേക്ക് ആളുകൾ കൂടുതൽ എത്താൻ സാധ്യതയുണ്ട്. ബേക്കലിൽ എന്താണ് സംഭവിച്ചത്? ഇതോടൊപ്പം ഇതിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഒരാൾ ട്രെയിൻ ഇടിച്ചു മരിച്ചതായുള്ള വിവരങ്ങളും കാണുന്നുണ്ടല്ലോ. തീർച്ചയായും ശ്രീജ, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ബേക്കൽ കോട്ടയോട് തൊട്ട് സമീപമുള്ള പള്ളിക്കര ബീച്ച് ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിൽ ഈ ബേഡന്റെ പരിപാടിക്കിടെ പ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ആരാധകർ ഈ പരിപാടി കാണാൻ എത്തിയതോടുകൂടിയാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ശാരീരിക അസ്വസ്ഥമുണ്ടായി. അതിൽ 6ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ തന്നെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശ്വാസ തടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പോയി എന്ന ഒരു വിവരം കൂടി പോലീസ് അറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ, അതായത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് കൂടി കൂടുതൽ ആളുകൾ വന്നതോടുകൂടിയാണ് ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ നേരത്തെ തന്നെ 2 മണി 3 മണിയോട് കൂടി തന്നെ ഈ പരിപാടിക്ക് എത്തിയും അവർ മുൻവശത്ത് സീറ്റിലിരിക്കുകയും പിന്നീട് വരുന്ന വൈകിട്ട് രാത്രിയോടുകൂടി വരുന്ന ആളുകൾക്കെല്ലാം പുറകിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഈ ആളുകളെല്ലാം മുന്നിലേക്ക് തള്ളിക്കയറിയതോടുകൂടിയാണ് വലിയ തോതിൽ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത്. ഏതായാലും വലിയൊരു ദുരന്തം ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പോലീസിന് അത് നിയന്ത്രിക്കാൻ പറ്റി. പക്ഷേ മറ്റൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്, ഈ പരിപാടി കണ്ട് തിരിച്ചു പോകുന്നതിനിടെ ഇതിന് സമീപത്തായി റെയിൽവേ പാളമാണ്. ആ പാളം മുറിച്ചു കിടക്കുന്നതിനിടെയാണ് കൊയിലാച്ചി സ്വദേശിയായ 19-കാരൻ ദേവാനന്ദ മരണപ്പെട്ടത്. ആ റെയിൽവേ പാളത്തിന് കുറുകെ ഒരു അപകട സാഹചര്യം തന്നെയാണ് ഈ പള്ളിക്കര ബീച്ചിൽ എത്തുന്നതുള്ളത്. പ്രധാന വഴിയല്ലാതെ പല ആളുകളും ഈ റെയിൽവേ ഗേറ്റ് മുറിച്ചാണ് ഈ പരിപാടിക്ക് എത്തിയത്. എന്തായാലും പരിപാടി അല്പനേരം തടസ്സപ്പെട്ടെങ്കിലും അത് പിന്നീട് തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി ഈ പള്ളിക്കര ബീച്ചിൽ ഇത്തരത്തിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ റാപ്പർ ബാൻഡിന്റെ പരിപാടി സംഘടിപ്പിച്ചത്. വലിയ തോതിലുള്ള ആളുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ആ പരിസരത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ എത്തിയതാണ് വലിയ തോതിലൊരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് പോലീസ് കൃത്യമായി ഇടപെട്ട് വലിയ അപകടം ഇല്ലാതെ തന്നെ ആ പരിപാടി പൂർത്തിയാക്കാൻ ഇന്നലെ സാധിച്ചു. അങ്ങനെ തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ എത്തിയത് തന്നെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിന് ഇടയാക്കിയത്. വലിയൊരു അപകടം ഒഴിവായി, അല്ലെങ്കിൽ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ട ഒരു പോലീസിന്റെ ഇടപെടലിൽ. അതിലും 6 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അതിൽ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെ ആശുപത്രിയിൽ ചികിത്സ തേടിയതായാലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ ആളുകൾ ഈ പരിപാടിക്കെത്തി വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും കൃത്യമായ ഇടപെടലിലൂടെ അങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകാതെ തന്നെ പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചോദിക്കാം ബൈജു, അത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും ഈ റെയിൽവേ ഗേറ്റ് റെയിൽവേയുടെ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഒക്കെ അടച്ചിട്ട് പോലും അത് ചാടിക്കടന്നൊക്കെ ആളുകൾ ആ ഭാഗത്തേക്ക് എത്തി. അങ്ങനെ നോക്കുമ്പോൾ രാത്രി ഇതിനിടയിൽ വലിയ മറ്റപകടങ്ങൾ ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണെന്ന് തോന്നുന്നു. ഇത്രയും ആളുകളെ സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ബീച്ചാണ്, അവിടെ ഓപ്പൺ സ്റ്റേഡിയം ആയതുകൊണ്ട് ആളുകൾക്ക് എത്ര വന്നാലും ഇരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നല്ലേ പറയാൻ പറ്റൂ? തീർച്ചയായും ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സ്ഥലം അത് പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു സ്ഥലം വളരെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായതിന് കാരണം ഇത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ബേക്കൽ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് റെയിൽവേ പാളം. ഇത്തരത്തിൽ നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്നതാണ്. 2 ട്രാക്കുകളുള്ളതാണ്. ആ ട്രാക്ക് മുറിച്ച് കടന്ന് കൂടുതൽ ആളുകൾ ഈ ടിക്കറ്റ് എടുക്കാതെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. അങ്ങനെ കൂടുതൽ ആളുകൾ അതിലെത്തി. മാത്രമല്ല ഇങ്ങനെ ഒരു പരിഭ്രാന്തി ഉണ്ടായപ്പോൾ ആളുകൾ ജീവനും കൊണ്ട് ഓടിയത് ഈ റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്കാണ്. കൂട്ടത്തോടെ ആളുകൾ റെയിൽവേ ട്രാക്ക് കടന്ന് പ്രധാന റോഡിലേക്ക് കടന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് ഈ ദേവാനന്ദ
ട്രെയിൻ തട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വീഴ്ച ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം നമുക്കറിയാം വേടന്റെ പരിപാടി പല സ്ഥലത്തും സംഘടിപ്പിച്ചപ്പോഴും കൂടുതൽ ആളുകൾ എത്താറുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് ഈ വേടന്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തുമെന്ന് നേരത്തെ കണക്കുകൂട്ടുന്നതായിരുന്നു. മാത്രമല്ല ഈ ഒരു പള്ളിക്കര ബീച്ചിൽ ഇത് മാത്രമല്ല വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് പള്ളിക്കര ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകൾ അവിടെ എല്ലാ ദിവസവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വേടന്റെ പരിപാടി കൂടിയാകുമ്പോൾ എന്തായാലും അങ്ങനെ കൂടുതൽ ആളുകൾ എത്തുമെന്ന ഒരു കണക്കൂട്ടൽ ഈ സംഘാടകർക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അത് തന്നെയാണ് ആ ഒരു സംഭവത്തിന് കാരണം. ഈ CH കുഞ്ഞുമുതുമ MLA CH കുഞ്ഞുമുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ പള്ളിക്കര ബീച്ചിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതെല്ലാം കാണാൻ വലിയ തോതിൽ ആളുകൾ, അവധി സമയം കൂടി ആയതിനാൽ കൂടുതൽ ആളുകൾ എത്തി. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വേടനെ പരിപാടി കാണാൻ ആളുകൾ എത്തിയതും എല്ലാം കൂടി ആയപ്പോൾ വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം ആ ഒരു പരിപാടിക്ക് തടിച്ചുകൂടി. മാത്രമല്ല വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയത് ആംബുലൻസ് ഒക്കെ രാത്രി എത്തുന്നതും ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ പല തരത്തിലുള്ള പരിഭ്രാന്തിക്കും അത് ഇടയാക്കി. അങ്ങനെ ആളുകൾ അവിടെ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ ആണ് ഈ റെയിൽവേ പാളം മുറിച്ചെടുക്കുന്നതൊക്കെ സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കടലും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് പുറത്ത് കടക്കാൻ റെയിൽവേ പാളം മുറിച്ചല്ലാതെ മറ്റൊരു വഴിയില്ല. പ്രധാന ഗേറ്റ് വഴി കടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സമയത്ത് തന്നെ സംഭവ സ്ഥലത്തെത്തി കൃത്യമായി കൂടുതൽ പോലീസിനെ വിന്യസിച്ച് ഇടപെടൽ നടത്തിയത് തന്നെയാണ് ഈ ഒരു വലിയ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. എന്നാലും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അതിൽ വീഴ്ചയുണ്ടോ എന്നത് പരിശോധിക്കേണ്ടി വരും. അത്രത്തോളം ആളുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി കാണാതെ പോയോ എന്ന ഒരു സംശയം എന്തായാലും ഉണ്ട്. എന്തായാലും പരിഭ്രാന്തി ഉണ്ടാക്കുന്ന മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി എന്ന് പറയേണ്ടി വരും. അങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ആളുകളുടെയും വീട്ടിൽ നിന്നും നമുക്ക് പോലും കോളുകൾ വിളികൾ വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് പള്ളിക്കര ബീച്ചിൽ സംഭവിക്കുന്നതെന്ന് ചില മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ പെരുപ്പിച്ചൊക്കെ വാർത്തകൾ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് കൂടുതൽ ആളുകളിലേക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വളരെ അവസാനം അത് പോലീസ് ഇടപെട്ട് സമാധാനപരമായി തന്നെ അത് സമാപിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. ഏതായാലും ഒരാൾ മരിച്ചു എന്ന ഒരു സങ്കടകരമായ ഒരു വാർത്ത കൂടി ബേക്കൽ ബീച്ചിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു ബേക്കലിൽ. ആ പരിപാടിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് 15ഓളം പേർക്ക് പരിക്കേറ്റത്. കൂടുതൽ അപകടമില്ലാതെ പോലീസിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട് കൂടുതൽ അപകടമുണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും ഈ പരിപാടി കഴിഞ്ഞ് പോവുകയായിരുന്ന ഒരു കുട്ടി ട്രെയിൻ ഇടിച്ച് മരിച്ചു.